back to my YouTube channel, Medical Study with me, Anu. Myself, Anupama. So, in the CVS chapter, Pathology, CVS portion, part 3 video. This is the lab diagnosis and complications. Complication with the pictures. And this is part 1, part 2 video. Part 3 part 1 and 2. Channel ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Diagnosis of myocardial infarction. Myocardial infarction diagnosis mainly clinical symptoms awareness. Clinical symptoms എന്ന് പറയുമ്പോൾ എന്തൊക്കെ clinical symptoms ആണ് myocardial infarction വരുന്നത്? Severe retrosternal pain with that radiate to neck, jaw and left arm. Retrosternal sternത്തിന്റെ ബാക്കിലെ പെയിൻ ആയിരിക്കും. ഇവർ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. They are radiating pain. Radiating to neck, jaw and left arm. Then ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ പെയിൻ റാപ്പിഡ് ഇൻ ഓൺസെറ്റ് ആണ് ആൻഡ് വീക്ക് പൾസസ് ഉണ്ടാവും. പൾസ് ബിക്കം വീക്ക് ആൻഡ് എലോങ് വിത്ത് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആൻഡ് ഡിസ്നിയ എന്ന് പറയുമ്പം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഡ്യൂ ടു ഇംപെയർഡ് കോൺട്രാക്ഷൻ ആൻഡ് പൾമണറി എഡിമ. 10-15% ഓഫ് കേസസിൽ സൈലൻറ്റ് എഫ്എംഐ ഉണ്ടാവും. Mostly for patients with diabetic mellitus, silent MI ആയിരിക്കും കാണുന്നത് around 10-15% of cases. Now ECG changes. ECG changes എന്തൊക്കെയാണ് വരുന്നത്? ഇൻവേർട്ടഡ് ടി വേവ് വരാം, എലിവേറ്റഡ് ആയിട്ടുള്ള ST സെഗ്മെൻറ്റ്സ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ക്യൂ വേവിന് നെഗറ്റീവ് ക്യൂ വേവ് വരാം. ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഇതാണ് നോർമൽ ECG ചേഞ്ചസ്. നോർമൽ ECG എന്ന് പറയുമ്പോൾ ഒരു ടി വേവ് ഉണ്ടാവും, QRS കോംപ്ലക്സ് ആൻഡ് ടി വേവ്, ഇതാണ് ST സെഗ്മെൻറ്റ്. എന്നാൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ST സെഗ്മെൻറ്റ് എലിവേറ്റഡ് ആവും. ഇവിടെ കണ്ട പോലെയല്ല സെഗ്മെൻറ്റ്, ഇവിടെ എലിവേറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടി വേവ് നോർമലി കണ്ട പോലെയല്ല, ഇൻവേർട്ടഡ് ആയി എന്ന് പറയുമ്പോൾ നോർമലി കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. This is inverted T wave and elevated ST segment. ഇതാണ് 2 characteristics of ECG changes in the myocardial infarction. ലാബ് ഡയഗ്നോസിസിൽ പറയുന്നത് കാർഡിയാക് മാർക്കേഴ്സ് വെച്ചിട്ടാണ്. കാർഡിയാക് ട്രോപ്പോണിൻ, അതുപോലെ തന്നെ കാർഡിയാക് ക്രിയാറ്റിനിൻ ഫോസ്ഫേറ്റ്, ക്രിയാറ്റിനിൻ കൈനേസ്, ദെൻ LDH, ദെൻ മയോഗ്ലോബിൻ. ഇവരുടെയൊക്കെ ബേസിലാണ് ലബോറട്ടറി ഫൈൻഡിങ്സിൽ സ്പെസിഫിക് മാർക്കേഴ്സ് ഓർ സ്പെസിഫിക് മാർക്കർ ആണെന്ന് തന്നെ ഇല്ല. ഓക്കെ, മാർക്കേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലബോറട്ടറി ഫൈൻഡിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ കാർഡിയാക് ട്രോപ്പോണിൻ. സോ കാർഡിയാക് ട്രോപ്പോണിനകത്ത് വെൻ ലെവൽ റേസസ്, എപ്പോഴാണ് ഈ കാർഡിയാക് ട്രോപ്പോണിൻ്റെ ലെവൽ റേസ് ചെയ്യുന്നത്? MI ഉള്ള സമയത്തല്ലേ. ട്രോപ്പോണിൻ തന്നെ ട്രോപ്പോണിൻ I ആൻഡ് ട്രോപ്പോണിൻ H ഉണ്ട്. ആൻഡ് ഇറ്റ് എലിവേറ്റ്സ് വിത്തിൻ 2 to 4 hours. MI സംഭവിച്ചിട്ടുള്ള 2 to 4 hours തന്നെ കാർഡിയാക് ട്രോപ്പോണിൻ ലെവൽ എലിവേറ്റ് ആവും ആൻഡ് ബിക്കം പീക്ക് ബൈ 2 days. 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? പീക്ക് എത്തും. 48 hours വേണം. ആൻഡ് റിമെയിൻ ദി സെയിം ഫോർ 7 to 10 days. ഇവർ ഈ ബ്ലഡിൽ തന്നെ കാണാൻ പറ്റും ഫോർ 7 to 10 days. ദസ് ഈ കാർഡിയാക് ട്രോപ്പോണിനാണ് സ്പെസിഫിക് ആൻഡ് സെൻസിറ്റീവ് മാർക്കർ. സ്പെസിഫിക് ആൻഡ് സെൻസിറ്റീവ് മാർക്കർ ഈസ് കാർഡിയാക് ട്രോപ്പോണിൻ. നെക്സ്റ്റ് ഈസ് കാർഡിയാക് ക്രിയാറ്റിനിൻ. കാർഡിയാക് ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ്. കാർഡിയാക് ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ് എന്ന് പറയുമ്പോൾ എന്താ? ദേ ആർ നോൺ സ്പെസിഫിക് മാർക്കർ ആണല്ലേ. നോൺ സ്പെസിഫിക് മാർക്കർ. ഈ കാർഡിയാക് ട്രോപ്പോണിൻ വാസ് എ സ്പെസിഫിക് മാർക്കർ, വെറാസ് കാർഡിയാക് ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ് വാസ് എ നോൺ സ്പെസിഫിക് മാർക്കർ. ഇവർ M and B ഐസോഫോംസ് ഉണ്ട്. CKMB എന്ന് പറയുമ്പം ദേ റേസസ് വിത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആൻഡ് സ്കെൽറ്റൽ മസിലിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാലും CKMB റേസ് ചെയ്യും. ആൻഡ് ഇവരുടെ എലിവേഷൻ പറയുന്നത് 2 to 4 hours, ലൈക്ക് ദാറ്റ് ഓഫ് കാർഡിയാക് ട്രോപ്പോണിൻ. 2 to 4 hours തന്നെ എലിവേറ്റ് ആവും. ബട്ട് ദേ റിക്വയർസ് 1 day മതി ഇവർക്ക് പീക്ക് എത്താൻ. ബട്ട് 48 hours വിത്തിൻ സെക്കൻഡ് ഡേ ഇതിൻ്റെ ലെവൽ കുറഞ്ഞു തുടങ്ങും. ദെൻ LDHൻ്റെ കാര്യം പറയുമ്പോൾ LDHും ഇറ്റ്സ് നോട്ട് എ സ്പെസിഫിക് മാർക്കർ ആൻഡ് ഇവരുടെ ലെവൽ റേസ് ചെയ്യുന്നത് 24 to 48 hours. വിത്തിൻ 1 to 2 days LDH ലെവൽ കൂടും. ആൻഡ് കുറയുന്നത് എപ്പോഴാണ്? 7 to 14th ഡേയിലാണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസിൻ്റെ ലെവൽ കുറയുന്നത് വിത്തിൻ 2 weeks. ദെൻ മയോഗ്ലോബിലിൻ നമുക്കറിയാം ഒരു ഓക്സിജൻ ക്യാരിയിങ് റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണല്ലേ.
ഓക്സിജൻ ക്യാരിങ് റെസ്പിറേറ്ററി പ്രോട്ടീനാണ്. ഇൻ സ്കെൽറ്റൽ മസിൽസിലെയും കാർഡിയക് മസിൽസിലെയും ഓക്സിജൻ ക്യാരി ചെയ്യുന്ന റെസ്പിറേറ്ററി പ്രോട്ടീനാണ് മയോഗ്ലോബുലിൻ. ആൻഡ് ഇവരാണ് ഏർലിയസ്റ്റ് മാർക്കർ ഓഫ് എം ഐ. ആൻഡ് ഇത് റേസ് ചെയ്യുന്നത് 8 to 12 hours ഇത് റേസ് ചെയ്യും. ആൻഡ് ദ ഡിക്രീസ് ബൈ ഇതിൻ്റെ ലെവൽ പറയുന്നത് വിത്തിൻ 24 to 36 hours. ഇപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ട്രോപ്പോണിൻ T1 and T and I. Troponin T and I onset within 2 to 4 hours ആണ്. Peak by 48 hours and normalize ചെയ്യുന്നത് within 7 to 10 days. They are the most sensitive and specific marker. CKMB ആണെങ്കിൽ 2 to 4 days ആണ് ഓൺസെറ്റ് വരുന്നതെങ്കിലും it becomes peak by 24 hours പീക്കിൽ എത്തുന്നത്. ആൻഡ് ദർ നോർമലൈസ് or decreased by 72 hours. And they are sensitive but they are not specific. LDH or lactate dehydrogenase എന്താ ചെയ്യുന്നത്? ഓൺസെറ്റ് എപ്പോൾ വരിക? 24 to 48 hours ഓൺസെറ്റ് വരുന്നത്. ആൻഡ് ഇത് പീക്കിലെത്തുന്നത് വിത്തിൻ മെനി ഡേയ്സ് ഇറ്റ് ബിക്കം പീക്ക്. ഇറ്റ് റിക്വയർസ് മെനി ഡേയ്സ് ടു റീച്ച് പീക്ക്. ആൻഡ് നോർമലൈസ് ചെയ്യുന്നത് 7 to 14 days. സിഗ്നിഫിക്കൻസ് ദേ ആർ നോട്ട് സ്പെസിഫിക് മാർക്കർ. മയോഗ്ലോബുലിൻ ആണെങ്കിൽ ഓൺസെറ്റ് വിത്തിൻ 1 to 3 hours, പീക്ക് ബൈ 8 to 12 hours ആൻഡ് നോർമലൈസ് ബൈ 24 to 36 hours. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് ഏർലിയസ്റ്റ് മാർക്കർ. അപ്പോൾ അതിനകത്ത് ട്രോപ്പോണിൻ T and I, CKMB, LDH and myoglobulins are the markers of myocardial infarction. ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കർ ഏതാ? ട്രോപ്പോണിൻ T and I. ആൻഡ് ഏർലിയസ്റ്റ് മാർക്കർ ഏതാ? മയോഗ്ലോബുലിൻ. എന്നാൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ളത് LDH, CKMB and myoglobulin. കോംപ്ലിക്കേഷൻസ് ഓഫ് എം ഐ പിക്ചർ വെച്ച് പറയാം. അതിന് മുമ്പായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലായിട്ട് നമുക്ക് പിക്ചറിലുള്ളതും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ്, കോംപ്ലിക്കേഷൻസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ദ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഫാക്ട് സൈസ്, ലൊക്കേഷൻ ആൻഡ് തിക്നെസ് ഓഫ് മയോകാർഡിയം ഇൻവോൾവ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഓർ കാർഡിയാക് ഷോക്ക്. ഈ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ എന്തുകൊണ്ടാണ് വരുന്നത്? പൾമണറി. ഈ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു പൾമണറി എഡിമ. വേറസ് പമ്പിന് എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഡ്യൂ ടു കാർഡിയാക് ഷോക്ക്. കാർഡിയാക് ഷോക്ക് കാരണം പമ്പിന് ഫെയിലിയർ വരാം. ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡെത്ത് ഓർ ദേ ആർ ഫീറ്റൽ. കാരണം പമ്പിന് ഡിഫിക്കൽട്ടീസ്, പമ്പിന് എന്തെങ്കിലും ഫെയിലിയർ വരുമ്പോഴത്തേക്കും ലാർജ് ഇൻഫാക്റ്റ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. ഇറ്റ് റിസൾട്ട് ഇൻ കാർഡിയോജനിക് ഷോക്ക് ആൻഡ് ഇറ്റ് ബിക്കംസ് ഫേറ്റൽ. അരിത്മിയാസ് എന്ന് പറയുമ്പോൾ എന്താ? അബ്നോർമൽ കാർഡിയാക് റിതം. ഇറ്റ് ക്യാൻ ബി എയ്തർ സൈനസ് ബ്രാഡിക്കാർഡിയ, ടാക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ആൻഡ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇറഗുലർലി റെഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് കിട്ടും. ദെൻ ദേ ആർ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ആയിട്ടും വരാം. ഈ അരിത്മിയാസ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ബി എയ്തർ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. മയോകാർഡിയൽ റപ്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു നെക്രോസിസ് ആൻഡ് ന്യൂട്രോഫിൽ ഇൻഫിൽട്രേഷൻ. ഈ മയോകാർഡിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് പറ്റും? ആ ഒരു ഏരിയയിൽ ന്യൂക്രോസിസ് സംഭവിക്കും. അതുപോലെ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ആദ്യം റിലീസ് ആവുന്ന ഏതാണ്? ന്യൂട്രോഫിൽസ് ആയിരിക്കും എലിവേറ്റ് ആവുന്നത്. സോ ന്യൂട്രോഫിലിൻ്റെ ഇൻഫിൽട്രേഷൻ സംഭവിക്കും. ആൻഡ് വിച്ച് റിസൾട്ട് ഇൻ സോഫ്റ്റനിങ് ആൻഡ് വീക്കനിങ് ഓഫ് മയോകാർഡിയം. ദിസ് റിസൾട്ട്സ് ഇൻ softening and weakening of the myocardium. This further leads to the cardiac rupture. Cardiac rupture എന്ന് പറയുമ്പോൾ 3 to 7 days after transmural infarct എന്ത് പറ്റും? കാർഡിയക് റപ്ചർ സംഭവിക്കും. വാട്ട് ഇസ് കാർഡിയക് റപ്ചർ? കാർഡിയക് റപ്ചർ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി ദ റപ്ചർ ഓഫ് വെൻട്രിക്കുലർ wall or rupture of ventricular septum or rupture of papillary muscles. So ventricular walls-ൽ ഇപ്പം എന്തെങ്കിലും റപ്ചർ സംഭവിച്ചാൽ എന്ത് പറ്റും? റിസൾട്ട്സ് ഇൻ ഹീമോപെരികാർഡിയം ആൻഡ് കാർഡിയാക് ടാമൺ. ഹീമോപെരികാർഡിയം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഹീമോ മീൻസ് ബ്ലഡ്, പെരികാർഡിയം മീൻസ് ഔട്ടർ ലെയർ. സോ ബ്ലഡ് ഇൻ ഔട്ടർ ലെയർ, ഹീമോപെരികാർഡിയം ആൻഡ് കാർഡിയാക് ടാമ്പോണേറ്റ്. വേറസ് റപ്ചർ ഓഫ് വെൻട്രിക്കുലർ സെപ്റ്റം ആണെങ്കിലോ അക്യൂട്ട് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്സ് ഓർ ഡിസീസസ് ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് വരും. സെപ്റ്റത്തിന് എന്തെങ്കിലും സാധാരണ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടാണ് ഉള്ളത്. എന്നാൽ ഈ സെപ്റ്റത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്ന് എന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടായിട്ട് മാറും. സോ അവിടെ ഓക്സിജൻ നടക്കുന്നില്ല എന്നല്ല, ഓക്സിജനൈസ്ഡ് ബ്ലഡും ഡീഓക്സിജനൈസ്ഡ് ബ്ലഡും കൂടെ മിക്സ് നടക്കുന്നുണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിൽ. റപ്ചർ ഓഫ് പാപ്പിലറി മസിൽസ്. സോ പാപ്പിലറി മസിൽസിന് റപ്ചർ സംഭവിച്ചാൽ എന്ത് പറ്റും? അക്യൂട്ട് സിവിയർ മൈട്രൽ റീകൺസ്റ്റിറ്റ്യൂഷൻ. ഈ പാപ്പിലറി മസിൽസ് ആണ് സെപ്റ്റത്തിനെ ക്ലോസിങ്ങിനും ഓപ്പണിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻ കേസ് പാപ്പിലറി മസിൽസ് എന്തെങ്കിലും റപ്ചർ സംഭവിച്ചാൽ, അതും റപ്ചർ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും?
റീകൺസിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റീഫില്ലിങ്. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ് പാസ് ചെയ്ത് പോകുന്നത്. റൈറ്റ് ആട്രിയം ടു റൈറ്റ് വെൻട്രിക്കിളാണ് മൈട്രൽ വാൽവ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് ഏട്രിയം ടു വെൻട്രിക്കിളിലേക്ക് പോകേണ്ട ബ്ലഡ് തിരിച്ച് വെൻട്രിക്കിൾ ടു ഏട്രിയത്തിലേക്ക് പോരാം. ഇൻ കേസ് ഈ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, പാപ്പുലറി മസിൽസ് മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ സെപ്റ്റം ക്ലോസ് ചെയ്തില്ലെങ്കിൽ റീകൺസിറ്റേഷൻ വരാം. ദെൻ ഡയലേഷൻ ഓഫ് വെൻട്രിക്കുലർ ചേംബർ. ഡയലേഷൻ ഓഫ് വെൻട്രിക്കുലർ ചേംബർ എന്ന് പറയുമ്പോൾ എന്താ? വെൻട്രിക്കുലർ ചേംബർ ഡയലേറ്റ് ആയിരിക്കുന്ന എന്ത് പറ്റും? അന്യൂറിസം വരും. അയോട്ടിക് അന്യൂറിസം. കൂടുതൽ ബ്ലഡ് എന്ത് ചെയ്യും? അന്യൂറിസം എന്ന് പറഞ്ഞാൽ എന്താ? നാരോയിങ്, റൈറ്റ്? അപ്പം കൂടുതൽ ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് എത്തിയിട്ട് വെൻട്രിക്കുലർ ഡയലേഷൻ വളരെ ഡയലേറ്റ് ആയിരിക്കുന്ന എന്ത് പറ്റും? ഈ അയോട്ടയിലൂടെ ഒത്തിരി ബ്ലഡ് പാസ് ചെയ്യും. ഡയലറ്റേഷൻ ഓഫ് വെൻട്രിക്കുലർ ചേംബർ റിസൾട്ടിങ് അയോട്ടിക് അന്യൂറിസം. നാരോനെസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അന്യൂറിസം. ദെൻ വെൻട്രിക്കുലർ അന്യൂറിസം എന്ന് പറയുമ്പോൾ ദി അഫക്റ്റഡ് വെൻട്രിക്കിൾ ബൾജസ് ഔട്ട്വേർഡ് ഡ്യൂറിങ് സിസ്റ്റോൾ. ദാറ്റ് ഈസ് വെൻട്രിക്കുലർ അന്യൂറിസം. വെൻട്രിക്കുലർ അന്യൂറിസം എന്ന് പറയുമ്പോഴത്തേക്കും അന്യൂറിസം മീൻസ് ഡയലിറ്റേഷൻ. സോ വെൻട്രിക്കുലർ അന്യൂറിസം എന്ന് പറയുമ്പോൾ വെൻട്രിക്കിൾ ഡയലേറ്റ് ആവും. എപ്പോഴാണ് വെൻട്രിക്കിൾ ഡയലേറ്റ് ആവുന്നത്? വെൻട്രിക്കിൾ സിസ്റ്റോൾ എന്ന് പറയുമ്പോഴത്തേക്കും BP റേസ് ആവുന്ന സിസ്റ്റോളും ഡയസ്റ്റോളും കുറയുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്, പ്രഷർ. സോ സിസ്റ്റോൾ ടൈമിൽ വെൻട്രിക്കിൾ കൂടുതൽ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവും, കൂടുതൽ പ്രഷർ വെൻട്രിക്കിൾ ഉണ്ടാവും. ആ സമയത്ത് ഡയലിറ്റേഷൻ സംഭവിച്ച വെൻട്രിക്കുലർ അന്യൂറിസം എന്ന് പറയും. ദെൻ മ്യൂറൽ ത്രോംബസ്, ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ ത്രോംബോ എംബോളിസ്. ലെഫ്റ്റ് സൈഡിൽ ത്രോംബസ് എംബോളി ഫോർമേഷൻസ് ഒക്കെ ഉള്ളത്, അതാണ് മ്യൂറൽ ത്രോംബോസിസ്. ദെൻ pericarditis causes inflammation of pericardium. They are caused due to fibrinous or fibrinohemorrhagic pericarditis ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. Then extent of infarct എന്ന് പറയുമ്പോൾ healing is more advanced in the central zone than periphery of the infarct, and because of the cause of extension, retrograde propagation of thrombi or proximal vasospasm, microembolism or any arrhythmia. So ഹീലിംഗ് എപ്പോഴും അഡ്വാൻസ് ആവുന്നത് സെൻട്രൽ സോൺ ടു പെരിഫറിയിലേക്കായിരിക്കും. എന്തുകൊണ്ടാണ്? കോസ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇൻഫാക്റ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? ഏത് ഡയറക്ഷനിലേക്കാണ്? ദേ ആർ ഇൻ retrograde propagation of thrombus or proximal vasospasm, microemboli or an arrhythmia. Then infarction of right ventricle. ഇൻഫാക്ഷൻ ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ വെൻട്രിക്കുലർ സർക്കുലേഷൻ പൂളിംഗ് സംഭവിക്കും ആൻഡ് റിസൾട്ടിങ് ഇൻ സിസ്റ്റമിക് ഹൈപ്പോടെൻഷൻ. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ഇൻഫാക്ഷൻ ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പ്രോഗ്രസീവ് ഹാർട്ട് ഫെയിലിയർ. ഇനി നമുക്കത് പിക്ചർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് പഠിക്കാം. ഹിയർ യു ക്യാൻ സീ ദി ഇൻഫാക്ട് ഓഫ് വോൾസ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇവിടെ കാണാം, ഇതാണ് ഇൻഫാക്ട് ഓഫ് വോൾസ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ ഇൻഫാക്റ്റിൽ എന്ത് പറ്റും? ഈ ഇൻഫാക്ട് റപ്ചർ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? റപ്ചർ ഓഫ് ഇൻഫാക്ട് ഇൻ ടു ദി പെരികാർഡിയം. ഈ പെരികാർഡിയത്തിലേക്ക് ഈ ഒരു ഇൻഫാക്ട് ഇവിടെ റപ്ചർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? അവിടെ കണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഫോം ചെയ്തു അല്ലേ? ഈ ചേമ്പറിനകത്ത് ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ കൂടി പെരികാർഡിയത്തിലേക്ക് എത്തും. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്. ബ്ലഡ് ഇൻ ടു ദി പെരികാർഡിയം, അതാണ് ഹീമോപെരികാർഡൈറ്റിസ്. സോ ബ്ലഡ് ഇൻ ടു ദി പെരികാർഡിയം കോസസ് കാർഡിയാക് ഡാമേജ്. കാർഡിയാക് ഇങ്ങനെ വലുതായിട്ട് കാണും. ദാറ്റ് ഈസ് വൈ കാർഡിയാക് ടാമ്പോണേറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് മയോകാർഡിയൽ റപ്ചർ. ഇവിടെ കാണാം ഇൻഫാക്ട് ഓഫ് ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റം. ഈ ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന് അവിടെ ഒരു ഇൻഫാക്ട് വന്നു. ഇതേപോലെ ഇത് റപ്ചർ ആയി കഴിഞ്ഞാൽ ഈ റൈറ്റും ലെഫ്റ്റിലുള്ള ബ്ലഡിൻ്റെ ഒരു കണക്ഷൻ വന്നു അല്ലേ? ഇതിങ്ങനെ ഇത് രണ്ടും ഓപ്പൺ ആയി കഴിഞ്ഞാൽ സാധാരണ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ബ്ലഡ് പോകുന്നത്. ബട്ട് നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് നല്ല അയോട്ടെ കൂടെ പോകണമെങ്കിൽ നല്ല പ്രഷറിലായിരിക്കും അത് പമ്പ് ചെയ്യുന്നത്. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള പ്രഷർ ഏറ്റവും കൂടുതലായിരിക്കും ദാൻ റൈറ്റ് വെൻട്രിക്കിൾ. ബട്ട് ഇവിടെ ഒരു ഇൻഫാക്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം സാധാരണയായിട്ട് ഒരു ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും പഠിച്ചിട്ടുണ്ടല്ലോ, ഹയർ പ്രഷർ ടു ലോവർ പ്രഷറിലേക്ക് പോകുള്ളൂ. സോ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിന് പകരം ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് വരും. ഹിയർ ദി ഇൻഫാക്ട് ഇൻവോൾവിങ് ദി വോൾസ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് പാപ്പുലറി മസിൽസ്. ഇതുപോലെ തന്നെ ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റം പോലെ തന്നെ പാപ്പുലറി മസിൽസിനെ ഇൻഫാക്റ്റ് ഇൻവോൾവ് ആയി പാപ്പുലറി മസിലും കൂടി കണ്ട്. ഇതുപോലെ ഇവിടെ റപ്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തു അല്ലേ? ഈ പാപ്പുലറി മസിൽസ് ആണ് ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഒരു റപ്ചർ വന്നാൽ എന്ത് പറ്റും? ഇൻകോമ്പറ്റൻസി ഓഫ് മിട്രൽ വാൽവ് സംഭവിക്കും. സോ മൈട്രൽ റീഗസിറ്റേഷൻ സംഭവിക്കും. ഇങ്ങോട്ട് വന്ന ബ്ലഡ് തിരിച്ചു പോകും. നെക്സ്റ്റ് കാർഡിയാക് അന്യൂറിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമുക്ക് കാണാം ഇവിടെ കുറേ ഇൻഫാക്റ്റ് വന്നതിന് ഇപ്പോൾ എന്ത് പറ്റി? റപ്ചർ ഓഫ് കാർഡിയക് അന്യൂറിസം.
ദാറ്റ് ഈസ് ഇവിടെ ഓൾറെഡി നമുക്ക് കാണാം ഷേപ്പിനൊരു വേരിയേഷൻ, ഇവിടെ ഓൾറെഡി ഒരു വെൻട്രിക്കുലർ ഡയലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്, അതാണ് കാർഡിയക് അന്യൂറിസം. ഇവിടെ ഒരു റപ്ചർ സംഭവിച്ചത് പറ്റും കാർഡിയക് അന്യൂറിസം. റപ്ചർ ഓഫ് കാർഡിയക് അന്യൂറിസം റിസൾട്ട് ഇൻ പെരികാർഡൈറ്റിസ് കാണാമല്ലോ. നെക്സ്റ്റ് ഈസ് മ്യൂറൽ ത്രോംബൈ വിത്ത് എംബോളൈസേഷൻ. മ്യൂറൽ ത്രോംബൈ വിത്ത് എംബോളൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവർ ഓൾറെഡി ഒരു ത്രോംബസ് ഫോം ചെയ്തു, ഇൻഫാക്റ്റ് ഫോം ചെയ്തിരുന്നു. അവിടെ നിന്ന് കുഞ്ഞു 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 പീസായിട്ട് ഒരു ത്രോംബസ് ഫോമേഷൻ സംഭവിക്കണം. അത് മ്യൂറൽ ത്രോംബൈ വിത്ത് എംബോളൈസേഷൻ. കുറേ കുഞ്ഞു കുഞ്ഞു എംബോളൈസ് ഫോം ചെയ്തു, ദാറ്റ് ഈസ് എംബോളൈസേഷൻ. ഇവിടെ നമുക്ക് കാണാം ത്രോംബസ് ഇൻ ദി ഏട്രിയ. ത്രോംബസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ബ്ലഡ് കൊണ്ടുണ്ടാക്കി ഒരു ക്ലോട്ടോട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ത്രോംബൈ ഇൻ ദി ഏട്രിയ. Then infarction of the ventricles of left ventricle, walls of left ventricle. ഈ walls of left ventricle ഒരു ഇൻഫാക്റ്റ് സംഭവിച്ച് എന്ത് വരും, ഇവിടെ ഒരു എക്സ്റ്റെൻഡ് ഓഫ് ഇൻഫാക്റ്റ് സംഭവിക്കും, കൂടുതലൊരു എക്സ്റ്റെൻഡ് ആവും ഇൻഫാക്റ്റ്. അതാണ് ഒറിജിനൽ ഇൻഫാക്റ്റ് എങ്കിൽ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഓക്കെ, ആൻഡ് ദിസ് പെരികാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, പെരികാർഡിയത്തിൽ ഇൻഫ്ലമേഷൻ വരുന്നു. ഈ ഇൻഫാക്ഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് സംഭവിക്കും, ഇവിടുന്ന് പെരികാർഡിയത്തിലേക്ക് ഇൻഫ്ലമേഷൻ കൊണ്ടുവരും. അത് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും. സോ ദീസ് ആർ ദി തിങ്സ്. സോ കോംപ്ലിക്കേഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്തൊക്കെയാണ് പഠിച്ചത്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ആൻഡ് കാർഡിയോജനിക് ഷോക്ക്, arrhythmias, myocardial rupture, dilatation of ventricular chamber, ventricular aneurysm, mural thrombi, pericarditis, extent of infarction of right ventricle, progressive late heart failure. These are the things. So hope you like this video. This is the third part video ആയിരുന്നു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് വീഡിയോ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ പോയി കാണാം. താങ്ക് യു.